ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ കോഴി വളർത്തൽ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കയറാം. ഇവിടെ കോഴി ഇവിടെയുണ്ട്. എൻ്റെ മോളാണ് ക്യാമറമാൻ. അപ്പം ഇതാണ് ഞങ്ങളുടെ കോഴികൾ. ഇവിടെ ഞങ്ങൾക്ക് കൊച്ചു ചെറിയ കോഴികളുണ്ട്. ഇവിടെ ഞാൻ തീറ്റയുമായിട്ട് വന്നതാ. ഇതെല്ലാം ശരിക്കും രാവിലെ എൻ്റെ ഹസ്ബൻഡ് എല്ലാത്തിനും തീറ്റ കൊടുത്താണ്, ഗോതമ്പ്. ഇപ്പം ഞങ്ങൾ ഇലവർഗ്ഗങ്ങളാണ് എല്ലാം. ഇതിനകത്ത് ചേമ്പിൻ്റെ താളുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഇലവർഗ്ഗങ്ങളും. കൂടുതലും ഞങ്ങൾ വാഴയുടെ ഇല ഇങ്ങനെ കെട്ടി തൂക്കിയിടും. അപ്പം അത് നന്നായിട്ട് അതിന് കഴിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് മുട്ടയുടെ തോട് നമ്മൾ കഴുകി ഉണക്കിയിട്ട് നമുക്ക് അത് പൊടിച്ചെടുത്ത് അതും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ വെക്കും. അപ്പം അത് ആവശ്യം പോലെ എല്ലാം കഴിക്കും. ഈ 6 കോഴികൾ ഞങ്ങൾ 21 കോഴിയെ മേടിച്ചതാണ്. ഇതേപോലെയുള്ള 21 കോഴി ചെറുതായപ്പോൾ ഇതിനെക്കാട്ടി ചെറുപ്പത്തിൽ കൊണ്ടുവന്നതാ. അത് ഒരു 21 കോഴിയിൽ ബാക്കിയെല്ലാം ചത്തുപോയി, പനിയൊക്കെ വന്നിട്ട്. ഈ 6 എണ്ണമാണ് ഞങ്ങൾക്ക് ബാക്കി ഇവിടെ ഉള്ളത്. ഇതുപോലെ ഞങ്ങൾ വെള്ളം ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കും. ഇത് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിനകത്താണ് ഞങ്ങൾ തീറ്റയിട്ട് കൊടുക്കുന്നത്. അതുപോലെ കൊച്ചു കോഴിക്കുഞ്ഞാവുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഇടും. അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരൂടെ വലുതായപ്പോൾ ഇപ്പൊ ഇതിനകത്താണ് ഇടുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കോഴി മുട്ട ഇടുന്നത് ഇവിടെയാണ്. ഇവിടെ കോഴി മുട്ട ഇടും. ഇവിടെ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് 3 മുട്ട കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി 6 മുട്ട ഞങ്ങൾക്ക് ഒരു ദിവസം കിട്ടും. ചിലപ്പോൾ 6, 5, 4 ഇനിയും ബാക്കിയുള്ളതൊക്കെ ഇടും. ഇപ്പം 3 മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കോഴിക്കൃഷി എന്ന് പറയുന്നത് നല്ലൊരു ലാഭകരമായ ഒരു ബിസിനസ്സാണ്. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല ലാഭകരമായ ഒരു ബിസിനസ്സാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ കോഴിയുടെ വളർത്തൽ തുടങ്ങിയത്. എന്നാൽ നല്ല രീതിയിൽ ഇന്നലെ ഞാൻ ഒരു ഫുള്ള് നിറച്ചു വെച്ചതാണ്. ഇപ്പം അത് വെള്ളം തീരാറായി. ഇനിയിപ്പം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ദിവസവും 5, 6 മുട്ട ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം 6 മുട്ട ഞങ്ങൾ 4 പേരേ ഉള്ളൂ. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പം ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ ഈ കോഴിക്കൃഷി എന്ന് പറയുന്നത് ഒരു നല്ല ലാഭകരമായ ബിസിനസ്സാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ്. ഇത് നാട്ടുകോഴിയാണ്. ഇപ്പം ഞങ്ങൾ